നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, അവൻ എന്നെ സ്നേഹിച്ചില്ല, ഞാൻ അവളെ സ്നേഹിച്ചു, അവൾ എന്നെ സ്നേഹിച്ചില്ല, ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ല, എന്നെ വിളിച്ചിട്ട് ഒരുപാട് കാലമായി, ഞാൻ അങ്ങോട്ട്, ഇങ്ങനെ വലിയ പരാതി പറയുന്നവരാണ് നമ്മൾ. സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്നവരാണ്. പക്ഷെ ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെ അൺകണ്ടീഷണൽ അഫെക്ഷൻ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വ്യവസ്ഥകളില്ലാത്ത ഒരു സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ദൈവവുമായും അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടൊക്കെ വ്യവസ്ഥകളില്ലാതെയാണ് സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ചാൽ വളരെ മനോഹരമായിരിക്കും. ഇപ്പൊ ദൈവത്തിനടുത്ത് ചെന്നിട്ട്, അമ്പലത്തിൽ ചെന്നിട്ട് എനിക്ക് ഈ കാര്യം ചെയ്തു തന്നാ ദൈവമേ, ഞാനിപ്പോൾ പൂജ ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അർച്ചന നടത്തിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നൂല് കെട്ടിയിട്ടുണ്ട്, എനിക്ക് പരീക്ഷ ജയിപ്പിച്ചു തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങ് കേട്ടോ എന്ന് പറയുന്നിടത്തൊരു സ്നേഹത്തിന്റെ ഭാവമില്ല. നമ്മൾ വീട്ടിലായാലും മാതാപിതാക്കളോടായാലും ഗുരുക്കന്മാരോടായാലും സമൂഹത്തോടായാലും രാഷ്ട്രീയത്തിലായാലും ഏത് സംവിധാനത്തിലായാലും നമ്മൾ മറ്റൊരാളിനെ സ്നേഹിക്കുകയാണെങ്കിൽ ദയവായി അതിനകത്ത് ഉപാധി വെക്കരുത്. നമുക്കിത് തന്നാൽ, ഇത്ര രൂപ തന്നാൽ, അല്ലെങ്കിൽ ഇന്ന പ്രതിഫലം തന്നാൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാൽ, അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ടും കിട്ടണം എന്നുള്ള ഒരു രീതി ശരിയല്ല. അത് കണ്ടീഷണൽ ലവ് ആണ്, അല്ലെ കണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ്, കണ്ടീഷണൽ ആയിട്ടുള്ള അഫെക്ഷനാണ്. അപ്പോൾ അതൊരു കണ്ടീഷൻ വെക്കുകയാണ് നമ്മളവിടെ. ഞാൻ അങ്ങോട്ട് തന്നാൽ എനിക്ക് ഇങ്ങോട്ട് തരണം, ഞാൻ 5 രൂപ തന്നാൽ എനിക്ക് 10 രൂപയുടെ പ്രതിഫലം കിട്ടണം എന്നുള്ള നിലയിലുള്ള സ്നേഹം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ സ്നേഹം അഖിലസാര മൊഴിയിൽ സ്നേഹിക്കുക ഉണ്ണി നീ ദ്രോഹിക്കുക ജനത്തെയും എന്ന് പറയുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ അതാണല്ലോ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന ഭാവത്തെ നമ്മൾ അൺകണ്ടീഷണലായി കൊണ്ടുപോകാൻ ശ്രമിക്കണം. അവിടെ ഉപാധികൾ ഉണ്ടാവരുത്, അവിടെ പരാതികൾ ഉണ്ടാവരുത്, പരിഭവങ്ങൾ ഉണ്ടാവരുത്. ചിലപ്പോൾ എല്ലാവരുടെയും സമയവും സാഹചര്യവും അനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഓരോ വിഷയങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത്. ചിലർക്ക് സമയം കിട്ടത്തില്ല, ചിലർക്ക് സാഹചര്യം കിട്ടത്തില്ല, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, പല പല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ലോകത്താണ് നമ്മളെല്ലാവരും. ഇപ്പോൾ തിരക്കാരി പല കാരണക്കാരും, മനഃപൂർവ്വമായിട്ടല്ലല്ലോ. മനഃപൂർവ്വമായിട്ടാണെങ്കിൽ കുറച്ചു കാലമായിട്ട് പിന്നെ ഒരു ദിവസം വിളിക്കുമ്പോൾ, മനഃപൂർവ്വമാണെങ്കിൽ വിളിക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത്, പക്ഷെ പിന്നെ വിളിച്ചല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പരാതി പറയുന്നു, എന്നെ എന്നാലും വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടും വിളിച്ചില്ല എന്നൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ തിരിച്ച് ചിന്തിക്കാം. അൺകണ്ടീഷണൽ ആയിട്ടുള്ള, വ്യവസ്ഥകളില്ലാത്ത, ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ഉപാധികളില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത അൺകണ്ടീഷണൽ ലവ് ആണ് ലോകത്തെ പിടിച്ചു നിർത്തുന്നത്, ലോകത്തെ ഒന്നിപ്പിക്കുന്നത്. ഭരണഘടനയുണ്ട്, രാജ്യത്ത് നിയമങ്ങളുണ്ട്, അതിർത്തികളുണ്ട്, ഭാഷയുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, കലയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അതിനെ എല്ലാത്തിനും ഉപരിയായി മനുഷ്യരെ പിടിച്ചു നിർത്തുന്ന, മനുഷ്യരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പേസ്റ്റ് എന്തെന്ന് എന്നോട് ചോദിച്ചാൽ അത് കണ്ടീഷൻ ഇല്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രേമമാണ്, പ്രണയമാണ്. അതിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഊർജം.